നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ആ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത്? Think about your person, their current feelings for you, their current feelings for you. Let's see. Think about your person. ാണ് ഈ സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. ഈ സമയം നിങ്ങൾ എന്തെങ്കിലും റീസൺസ് കാരണം ആർഗ്യുമെന്റ്സ് ഉണ്ടാവുന്നുണ്ടായിരിക്കാം, കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവില്ല. ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനും താല്പര്യം കാണിക്കുന്നുണ്ടാവില്ല. അവരവരുടെ തീരുമാനത്തിലോ അവരെടുത്തിട്ടുള്ള ഡിസിഷനിലോ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ കുറച്ച് സമയം ഈ വ്യക്തിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവർ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സോ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യുക. ഈ സമയം അവർ ചെറിയ പിണക്കുണ്ടായിരിക്കാം. ഓക്കെ, സോ ഒരു ഷാഠ്യം, ഒരു പിണക്കം പോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുകയാണ്, നിങ്ങളുടെ അറ്റൻഷന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നതിനും അവർക്ക് എന്തെങ്കിലും ഇന്റൻഷൻ ഉണ്ടായിരിക്കാം, അവർ തീരുമാനിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പക്ഷേ ഈ സമയം നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നത് നിങ്ങളുടെ അറ്റൻഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഈവൻ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തും, നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്തും അവരവരുടെ ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് തന്നെ കാണിച്ചോളണമെന്നില്ല. ഓക്കെ, സോ ഈ സമയത്ത് അവർക്ക് നിങ്ങളടുത്ത് ഇഷ്ടമുണ്ട്, പക്ഷെ എന്തൊക്കെയോ ഒരു വാശി, എന്തൊക്കെയോ ഒരു ഷാഠ്യങ്ങൾ ഈ ഒരു സമയത്ത് അവര് കൊണ്ട് നടക്കുന്നുണ്ട്. ഓക്കെ, സോ പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യാൻ റെഡി ആവുന്നില്ല. നിങ്ങൾക്കറിയാം എന്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. Alright, see, അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ് ലൈക്ക് എ കാറ്റ്. നിങ്ങളുടെ മുന്നിൽ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാണിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങളില്ലാതെ അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും, സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിക്കും എന്നുള്ളത് കാണിക്കുന്നുണ്ടായിരിക്കണം. അത് മേ ബി അവരുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അവരെ വളരെ ബോൾഡ് ആക്കിയിട്ടുണ്ടായിരിക്കണം, ഇൻഡിപെൻഡന്റ് ആക്കിയിട്ടുണ്ടായിരിക്കണം. കാരണം ഈ വ്യക്തി, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഡിപെൻഡന്റ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, നിങ്ങളില്ലാതെ പറ്റില്ല, നിങ്ങളുടെ അടുത്ത് സംസാരിക്കാതെ പറ്റില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളൊരു വ്യക്തി തന്നെ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ മേൽ അത്ര ഒരു ഇഷ്ടമുള്ള പേഴ്സൺ ആയിരിക്കാം, അത്ര ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഈ സമയത്ത് അവരെന്തൊക്കെയോ റീസൺസ് കാരണം അവരെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. ഓൾറൈറ്റ്, സോ എന്തെങ്കിലും ഒരു ഈഗോ സിറ്റുവേഷനോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് ഇൻവോൾവ് ആവുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഞാൻ എന്താണെന്ന് കാണിക്കാനുള്ള ഒരു താല്പര്യം ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ്. സീ, ആരുമില്ലാത്തൊരു സമയത്ത് അവര് ആക്ച്വലി നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇൻ ദ നൈറ്റ്. ഓക്കെ, ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അവരൊറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവരൊരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊരു റീസൺ അവർക്ക് അവരുടെ ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു കറന്റ് ഫീലിങ്സ്. വെയിറ്റ് ചെയ്യാണ്, പക്ഷെ അവരായിട്ടൊരു ആക്ഷൻ എടുക്കുന്നില്ല. കുറെ സമയമായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്നുണ്ടായിരിക്കണം. കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയം ആയിട്ടുണ്ടായിരിക്കാം. അവർക്ക് വേറൊരു കാര്യത്തിലും സന്തോഷവും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഓക്കെ, സോ അവർ ചെയ്യുന്നുണ്ടായിരിക്കണം, പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ ചില പ്ലേസിൽ ഇമോഷണലി ഒക്കെ വരുന്ന സമയത്ത്
അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആക്ച്വലി അവരുടെ മാനസികമായിട്ട് ഡൗൺ ആക്കുന്ന കാര്യങ്ങൾ അവരെ മൊത്തമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ശരീരത്തിന് പോലും എഫക്ട് ചെയ്യുന്നുണ്ട് മനസ്സിന് സന്തോഷമില്ലാതിരിക്കുന്ന സമയത്ത്. ഓക്കെ, സോ അങ്ങനത്തെ എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അവരുടെ മനസ്സിന് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല. അവര് വളരെ യങ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങള് അവരൊരുപാട് പക്വതയുള്ള ഒരു പേഴ്സണെ പോലെ ആക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് പ്രായം തോന്നിക്കുന്ന രീതിയിലേക്ക് ചെന്നെത്തുകയാണ്. കാരണം അവർക്ക് ഒരു യൂത്ത്നെസ് ഫീൽ ചെയ്യുന്നില്ല, നിങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കാം. മേ ബി നിങ്ങളുടെ അടുത്തായിരിക്കാം അവരുടെ ഒരു കുട്ടിത്വമൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് അങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. ഓൾറൈറ്റ്, ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങള് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്. ഈ ഒരു സിറ്റുവേഷൻ അവര് വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അവരുടെ ഒരു ഇമോഷൻസ് അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഇറ്റ്സ് ലൈക്ക് അവര് തന്നെ കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് വേണ്ടത് അവർ തന്നെ കൊടുക്കാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവർക്ക് അവരെ കൺട്രോൾ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ആയിരിക്കാം. കാരണം എന്തെങ്കിലും ഒരു റീസൺസ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. അവർക്ക് അവരുടെ ഒരു ഫീലിങ്സ് നിങ്ങളടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവര് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ അവരുടെ കണ്ണെപ്പോഴും നിങ്ങളടുത്ത് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ നിങ്ങളുടെ അറ്റൻഷന് വേണ്ടിയിട്ട് പല രീതിയിലും ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈവൻ അവരുടെ ഒരു സൈലൻസ് പോലും നിങ്ങളുടെ ഒരു അറ്റൻഷന് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, അവർ മാറി നിൽക്കുന്നതാണെന്നുണ്ടെങ്കിലും മിണ്ടാതിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഡിസ്റ്റൻസ് വെക്കുന്നതാണെന്നുണ്ടെങ്കിലും അവരുടെ ചില കാര്യങ്ങൾ അവരുദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ്.